ചിരിയുടെ തമ്പുരാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജഗദീഷ് മലയാളികളെ പതിറ്റാണ്ടോളം ചിരിപ്പിച്ച ആ മുഖത്ത് ഇത്രയേറെ സങ്കടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മളാരും അറിഞ്ഞിരുന്നില്ല. തൻ്റെ തമാശകൾക്ക് പിന്നിൽ പ്രിയതമയുടെ ഓർമ്മകൾ നീറുന്നൊരു മനസ്സുണ്ടെന്ന് ജഗദീഷ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മലയാളികൾ ഒന്നടങ്കം വിതുമ്പിപ്പോയി. മലയാള സിനിമയിലെ തിരക്കുള്ള നടനായിരിക്കുമ്പോഴും ജഗദീഷ് തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. ഇതിനെല്ലാം പിന്നിലെ കരുത്ത് ഡോക്ടർ രമയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം തലവനായിരുന്നു ഡോക്ടർ രമ. പക്ഷേ പ്രശസ്തിയുടെ വെളിച്ചത്തിൽ നിൽക്കാൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ അഭിമുഖങ്ങൾ നൽകാനോ അവർ താല്പര്യം കാണിച്ചില്ല. തൻ്റെ മക്കൾ വളർന്ന് ഡോക്ടറായതിൻ്റെ എല്ലാ ക്രെഡിറ്റും ജഗദീഷ് നൽകുന്നത് ഭാര്യ രമയ്ക്കാണ്. അവൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നുമല്ലായിരുന്നുവെന്ന് അദ്ദേഹം ഓരോ വേദിയിലും പറയുമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കരുതി വച്ചത്. പാർക്കിൻസൺസ് എന്ന രോഗം രമയെ തളർത്തി. ഏറെക്കാലമായി രോഗക്കിടക്കയിലായിരുന്നു അവർ. ഒരു ഡോക്ടർ ആയിരുന്നിട്ടും സ്വന്തം രോഗത്തിന് മുന്നിൽ അവർക്ക് നിസ്സഹായ ആവേണ്ടി വന്നു. ആ സമയത്തെല്ലാം ജഗദീഷ് ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പോരാട്ടം അവസാനിച്ചത് ഒരു അപ്രതീക്ഷിത നിമിഷത്തിലായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് രമ വളരെ ഉത്സാഹത്തിലായിരുന്നു. നെഞ്ചിനുള്ളിൽ കഫം മുറുകുന്ന ഒച്ച കേട്ടപ്പോൾ ട്യൂബ് വഴി കഫം മാറ്റി അവൾക്ക് ആശ്വാസം നൽകി. അവൾ സമാധാനമായി ഉറങ്ങുന്നത് കണ്ടിട്ടാണ് താൻ മുകൾ നിലയിലേക്ക് പോയതെന്ന് ജഗദീഷ് ഓർക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് താഴെ നിന്ന് സഹായിയുടെ വിളിയെത്തിയത്. താഴേക്കോടിയെത്തിയ ജഗദീഷ് കണ്ടത് കട്ടിലിൽ തളർന്നു വീണുന്ന രമയാണ്. ഡോക്ടർമാരായ മകളും മരുമകനും ഉടൻ എത്തിയെങ്കിലും എല്ലാം കഴിഞ്ഞിരുന്നു. കാർഡിയാക് അറസ്റ്റ് ആ ജീവൻ കൊണ്ടുപോയി. ഇന്ന് ജഗദീഷ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലുണ്ട്. നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ആരും കാണാത്തൊരു നീറ്റലുണ്ട്. പ്രിയതമയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം അർപ്പിക്കുന്ന ഏറ്റവും വലിയ ആദരം തൻ്റെ മക്കൾക്ക് നൽകുന്ന കരുത്താണ്. ഈ വേദനയിലും അദ്ദേഹം പുലർത്തുന്ന ആത്മസംയമനം നമുക്കെല്ലാം ഒരു പാഠമാണ്. ജഗദീഷിനും കുടുംബത്തിനും ഈ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.